നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡിനെ തകർത്തങ്ങ് തരിപ്പണമാക്കി കളഞ്ഞിരിക്കുന്നു FC ബാഴ്സലോണ. ഒക്ടോബറിൽ നടന്ന എൽ ക്ലാസിക്കോയിലെ ലാലിഗയിൽ സാന്റിയാഗോ ബെർണാബുവിൽ പോയി വെട്ടിയതാണ്. ഇതാ മറ്റൊരു രാജ്യത്ത്, മറ്റൊരു മണ്ണിൽ, മറ്റൊരു ടൂർണമെന്റിൽ അതേപോലെ തന്നെ റയലിനെ നാണം കെടുത്തി വിട്ടിരിക്കുന്നു. 2-നെതിരെ 5 ഗോളുകളുടെ വമ്പൻ വിജയം നേടിക്കൊണ്ട് കിരീടം ചൂടിയിരിക്കുകയാണ് ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ. ഇരട്ട ഗോളുകളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി കളിച്ചു സൂപ്പർ താരം റാഫീഞ്ഞ. യമാലും ലെവൻഡോസ്കിയും ഓരോ ഗോളുകൾ കണ്ടെത്തുകയുണ്ടായി. ലെവയുടെ ഗോൾ പെനാൽറ്റിയിലൂടെയായിരുന്നു. പിന്നെ ബാൽഡയുടെ ഗോൾ. അങ്ങനെ ആഞ്ഞടിച്ചു തകർത്തടിച്ചു വിജയിച്ചു കയറി. തുടക്കത്തിൽ ലീഡെടുത്തത് പക്ഷേ റയലായിരുന്നു. എംബാപ്പയുടെ ഗോൾ 5-ാം മിനിറ്റിൽ റയലിനെ മുന്നിലെത്തിച്ചതാണ്. പക്ഷെ പിന്നീട് അവർക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയി. ഒടുവിൽ റോഡ്രിഗോ ഫ്രീ കിക്കിലൂടെ ഒരു ഗോളും കണ്ടെത്തി. 2-5. ഷെസ്നി റെഡ് കാർഡ് കിട്ടി പുറത്തു പോയിട്ട് 10 പേരായി ചുരുങ്ങിയെങ്കിലും ബാഴ്സക്ക് അവരുടെ ആധിപത്യം കൈവിടാതെ തന്നെ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഈ കളിയിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോബർട്ട് ലെവൻഡോസ്കിയും റാഫീഞ്ഞയും ലാമിൻ യമാലും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് കിലിയൻ എംബാപ്പെ, വിനി ജൂനിയർ, ജൂഡ് ബെല്ലിംഗാം, റോഡ്രിഗോ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ കളിയുടെ തുടക്കത്തിൽ 5-ാമത്തെ മിനിറ്റിൽ ആ കൗണ്ടർ അറ്റാക്കിലൂടെ വന്ന് എംബാപ്പെ നേടിയ മികച്ചൊരു ഗോൾ അത് റയലിന് ലീഡ് നേടിക്കൊടുത്തു എന്നതൊഴിച്ചാൽ പിന്നെ ബാഴ്സലോണയുടെ നിറഞ്ഞാട്ടമായിരുന്നു. സിംപ്ലി സെൻസേഷണൽ. ലാമിൻ യമാൽ ബാഴ്സലോണയെ ഒപ്പമെത്തിക്കുന്ന കാഴ്ച 22-ാമത്തെ മിനിറ്റിൽ നമ്മൾ കണ്ടു. മികച്ചൊരു ഗോളായിരുന്നു അത്. പിന്നാലെ 36-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി റോബർട്ട് ലെവൻഡോസ്കി ഗോളാക്കി മാറ്റിയതോടെ ബാഴ്സലോണ ലീഡിലേക്ക് കടന്നുപോയി. റാഫീഞ്ഞയുടെ ആദ്യ ഗോൾ 39-ാമത്തെ മിനിറ്റിൽ വരുന്നു. അതിന് ശേഷം അടുത്ത ഗോൾ കൂടി വന്നതോടെ കൃത്യമായിട്ട്, അതായത് ബാൽഡയുടെ ഗോൾ ഹാഫ് ടൈമിന് മുമ്പ് വന്നതോടുകൂടി കൃത്യമായിട്ട് 4-1 ലീഡുമായിട്ടാണ്, ആധിപത്യം പുലർത്തിയിട്ടാണ് ബാഴ്സലോണ ഇടവേള സമയത്ത് പുറത്തേക്ക് പോകുന്നത്. 5-ാം മിനിറ്റിൽ ഒരു ഗോളിന് മുന്നിലാ റയല്. ഹാഫ് ടൈമിൽ 4-1 പുറകില. അങ്ങനെ കൈവിട്ടു പോയി കഴിഞ്ഞിരുന്നു റയലിന് കാര്യങ്ങൾ. എന്നാൽ 2-ാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ അവരുടെ എന്തെങ്കിലും പ്രതീക്ഷ തിരിച്ചുവരവനുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കുന്ന തരത്തിൽ റാഫീഞ്ഞയുടെ അടുത്ത ഗോളും വരുന്നു. 5-1 മുന്നിലായി കഴിഞ്ഞു FC ബാഴ്സലോണ. ആ ഘട്ടത്തിലാണ് റയലിനൊരു പ്രതീക്ഷ. ഷെസ്നിക്ക് 56-ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ്, 10 പേരായിട്ട് FC ബാഴ്സലോണ ചുരുങ്ങി. ലഭിച്ച ഫ്രീ കിക്ക് മികച്ച രൂപത്തിൽ റോഡ്രിഗോ വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. 2-5. പക്ഷേ പിന്നീട് ഗോൾ നേടുന്നതിൽ റയൽ മാഡ്രിഡിന് പരാജയം സമ്മതിക്കേണ്ടി വന്നതോടുകൂടി വമ്പൻ വിജയം തന്നെ. ഒരാൾ കുറഞ്ഞിട്ടും ഒട്ടും ഭംഗി കുറയാതെ മികച്ച രൂപത്തിൽ തന്നെ വിജയം അവർ സ്വന്തമാക്കി. 2-5 വമ്പൻ വിജയം FC ബാഴ്സലോണ നേടി. ഇതാ 2025 മികച്ചൊരു തുടക്കമിട്ടിരിക്കുന്നു. കിരീടം ചൂടിക്കൊണ്ട് ഹാൻസി ഫ്ലിക്ക് തുടങ്ങിയിരിക്കുന്നു. ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ കിരീടമാണ്. പക്ഷേ ഹെഡ് കോച്ച് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ 6-ാമത്തെ കിരീടം. 6 ഫൈനലുകൾ, 6 കിരീടങ്ങൾ. ബാഴ്സയ്ക്ക് ഇത് നല്ല സമയമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.